കണ്ടോ, എൻ്റെ വീടിൻ്റെ 2 സൈഡിലും കയറി വരുന്ന ഭാഗങ്ങളിലെല്ലാം ഞാൻ ബൊഗൈൻവില്ല വെച്ചിട്ടുണ്ട്. എല്ലാം നിറച്ച് പൂത്ത് നിൽക്കുകയാണ് വളരെ ഭംഗിയായിട്ട്. ഇത് മെയിൻ്റനൻസ് ചെയ്യണേ തന്നെ ഓരോ വർഷം നല്ലൊരു തുക എനിക്ക് വേണം. അത് ചട്ടി പെയിൻ്റ് അടിക്കാനാണെങ്കിലും പായലില്ലാതെ സൂക്ഷിക്കാനാണെങ്കിലും എനിക്കിതിന് നല്ലൊരു ചിലവ് വരുന്നുണ്ട്. എന്നാൽ പോലും എനിക്കിതിനോട് വളരെയധികം സന്തോഷവും. ഞങ്ങളുടേത് ഒരു പഴയ കുടുംബ വീടാണ്. ഏകദേശം ഒരു 50-55 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. ഇവിടെ ഞാൻ, ഹസ്ബൻഡ്, മക്കള്, അമ്മച്ചി, ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ വീട് ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പോകണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അതിനെ എല്ലാ വർഷവും മെയിൻ്റനൻസ് ചെയ്ത് ഞങ്ങളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് താമസിക്കാനും നമുക്ക് നല്ല സുഖമാണ്. ഇപ്പോഴത്തെ പുതിയ വീടുകളിലൊക്കെ താമസിക്കുന്നതിലും വളരെയധികം സുഖമാണ് ഈ പഴയ വീടുകളിൽ, തട്ടിട്ട വീടുകളിലൊക്കെ താമസിക്കാനായിട്ട്. അതുകൊണ്ട് വീടിങ്ങനെ ഞങ്ങൾ മെയിൻ്റനൻസ് ചെയ്തു പോകുന്നു. നിറച്ച് പൂക്കളുണ്ടായ ഒരു ചെടിയാണിത്. നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കളുണ്ടാകുന്ന ചെടികളാണ് കാക്ടസ്. നമ്മൾ മരുഭൂമിയിലാണ് ഇതിനെ കാണുന്നതെങ്കിലും എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇത് എനിക്ക് നിറച്ചും പൂക്കൾ തന്നു. ഇതെൻ്റെ പെറ്റൂണിയ. ഈ പെറ്റൂണിയയുടെ അടിയിൽ നിൽക്കുന്നതെല്ലാം എൻ്റെ വിവിധ തരത്തിലുള്ള അഗ്ലോണിമയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് ഇവരെ. കാര്യം ഇവരെ ഞാനിങ്ങനെ ഇഗോണിയ ഇവരെ ഞാനിങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ് ഇവരെ. ഇതെൻ്റെ ഒരു കുറച്ച് അഡീനിയം കളക്ഷൻസാണ്. ഇതിനകത്ത് ഏകദേശം എനിക്കൊരു 15 വെറൈറ്റിയോളം അഡീനിയമുണ്ട്. സ്കൂളും എൻ്റെ കുട്ടികളും കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീടാണ് എൻ്റെ ലോകം. അതുകൂടാതെ എനിക്ക് കുറച്ച് 3-4 തരം പക്ഷികളുണ്ട്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്, സാധാരണ നമ്മുടെ ലവ് ബേർഡ്സ് ഉണ്ട്, കോക്ടെയിൽ, ഇങ്ങനെ 3-4 വെറൈറ്റി പക്ഷികൾ നമ്മുടെ സന്തത സഹചാരികളായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവരൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ കൂട്ടുകാരൻ. ഞങ്ങളുടെ വീട്ടിലെ 16 വർഷമായ ഒരാളുണ്ട് കേട്ടോ. ഈ ആൾ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഏകദേശം 26 വർഷമായി. അതിൻ്റെ രഹസ്യം എന്താണെന്നറിയാം? അത് ഞങ്ങൾ കോന്നിയും റാന്നിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതാണ് അല്ലേ അപ്പ? ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ പിന്നെ ഒരു ഓർമ്മ പുതുക്കലാണ്. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഒരിടത്തുനിന്ന് കിട്ടിയതാ. അവിടുന്ന് ഞങ്ങൾ കൊണ്ടു നട്ട് പിടിപ്പിച്ചത്. ഏകദേശം 26 വർഷത്തോളമായി ഇവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് വലിയ മരമാകുന്ന ചെടിയാ. പക്ഷേ ചെടിച്ചട്ടിയിലായതും പേരെത്ര ഓർമ്മയില്ല. ഇത് ചട്ടിയിലായതുകൊണ്ട് മഴ പെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തളിർക്കും. തളിർത്ത് നല്ല പൂക്കളായിട്ട് ഇലയ്ക്ക് പൂക്കളില്ല, ഇലകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും ചെടികളോട് വളരെയധികം താല്പര്യമുള്ളവരായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് എത്തി. ഞങ്ങളങ്ങനെ ഒരുമിച്ച് ഈ ചെടികൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ചത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടായത് ഇത്രയും ഭംഗിയായിട്ട് പോകുന്നത്. അല്ലെ ഒരാളെയും കൊണ്ട് തന്നെ നമുക്ക് നടക്കത്തില്ലല്ലോ. എന്തെങ്കിലും ഒരു അപാകതകളുണ്ട്, ഒരാൾ കണ്ടുപിടിച്ചു, അല്ലെ അതിനൊരു പരിഹാരം കണ്ടു. പിന്നെ ഞങ്ങൾക്ക് മക്കൾ 2 പേരുണ്ട്, ഒരു മോനും ഒരു മോളും. അവരും 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരും ഇതിനകത്ത് ഭാഗവാക്കുകളാണ്. ബിസിനസിനോട് നമുക്ക് താല്പര്യമില്ല. കിട്ടുന്നത് മുഴുവൻ ഇപ്പം ചെടിക്കും വേണ്ടി കളയാ. സുരേഷിന് അറിയാമല്ലോ, ഞങ്ങൾ വീട്ടിൽ താഴേന്ന് കയറി വന്നപ്പോഴേ ഞങ്ങളുടെ വീടൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. കിളന്നിരിക്കുന്ന വീടായതുകൊണ്ട് ചെടികൾ കുറെ വെക്കുന്നുണ്ടെങ്കിൽ കുറെ ഭംഗിയായിട്ടൊക്കെ തോന്നും. പിന്നെ ഒരു ബിസിനസ് ആക്കിയാല് നമ്മുടെ ആ ഒരു വീടിന്റെ ടൈമില്ല, ഒന്നാമത് സമയമില്ല. പിന്നെ ബിസിനസ് ആക്കാനായിട്ടുള്ള ആ ഒരു താല്പര്യവും ഞങ്ങൾക്ക് വളരെ ചെടിക്കും വളത്തിനുള്ള പൈസ കിട്ടുമല്ലോ ഇത് വിറ്റാൽ. വിറ്റാൽ നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ചിന്തിക്കാം. ഒരു സുന്ദരിയായത് അറിയാമോ? കണ്ടായിരുന്ന കയറി വന്നപ്പോ താഴേന്ന് വരുമ്പോഴേ ഇവളെ കാണാൻ നല്ല സുന്ദരിയാ. കാര്യം ഇവളെന്ന് ഇവിടെ പേര് ബൊഹീനിയാന്ന്. ഇത് ആദ്യമായിട്ട് ഇത് മാർക്കറ്റിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അന്ന് ഇത് നട്ടു ഏകദേശം ഈ ചൂടുള്ള സമയത്ത് കണ്ട ഈ പൂക്കളുടെ ഒരു പ്രത്യേകത നോക്കിയേ, എത്ര കളർ ഉണ്ടെന്നറിയാമോ? ഓറഞ്ചും മഞ്ഞയും കൂടെ ചേർന്ന ഒരു കളർ. അതുകൊണ്ടാണ് ഇതിന് ഭംഗി. ഒരുപാട് ചെറിയ ചെറിയ പ്രാണികൾ ഇത്തല തേൻ കുടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ വറവ് സമയത്താണ് ഇത് നന്നായിട്ട് പൂക്കുന്നത്. മഴയാകുമ്പോഴത്തേക്ക് ഇതിന്റെ പൂക്കളെല്ലാം പോവും. ഏകദേശം ഒരു 6-7 മാസക്കാലത്തോളം നമ്മുടെ വീടിന് ഏറ്റവും അധികം ഭംഗി തരുന്ന ഒരു സുന്ദരിയാണ് ഈ ബൊഹീനിയ. അടുത്ത ഞങ്ങളുടെ ഒരു സുന്ദരിയെ കണ്ടോ, താമര. ഒരുപാട് താമരപ്പൂക്കൾ തന്നു, ഒരുപാട്. കണ്ടോ, ഒരുപാട് താമരപ്പൂക്കൾ കണ്ടോ.
മൊട്ടുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നും നമ്മൾ ഇവർക്കൊന്നും ചെയ്യണ്ട, ശകലം ചാണകപ്പൊടി മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അവരിഷ്ടം പോലെ പൂക്കൾ തരും. ഇവരെല്ലാം പൂക്കൾ കഴിഞ്ഞ് പോയതോരാ. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലൊരു നോൺ വെജ് ഒരാളുണ്ട്, ഇരപിടിയൻ സസി. ഇവരെ കണ്ടോ? കാര്യം ഇവരുടെ ഒരു വെറൈറ്റി ഇരപിടിക്കുന്ന ആ ഭാഗം കാണാനായിട്ട് സാധിക്കും. ഹാങ്ങിങ് ബൊഗെയിൻവില്ലയാണിത്. ഇതിന്റെ പേര് ചിത്ര എന്ന്. ഈ ബൊഗെയിൻവില്ലയുടെ പേര് ചിത്ര. ഈ വർഷം ഇറങ്ങിയ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. രണ്ട് ഡബിൾ ഷെയ്ഡാണ്. ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ നല്ല വെയിൽ വരുന്ന ഉടനെ ഇവരുടെ കളറിനെല്ലാം വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഈ സൈഡിലെല്ലാം ഇതെല്ലാം ഹാങ്ങിങ്ങിന്റെ പല വെറൈറ്റി ബൊഗെയിൻവില്ലകളാണ്. അങ്ങേ അറ്റത്തേത് കണ്ടോ, പൂത്ത് കിടക്കുന്നത് കണ്ടോ? ഇങ്ങനെ അതുപോലെ തന്നെ പല കളറുകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇലകൾക്ക് മറ്റേ ബൊഗെയിൻവില്ലയുടെ കളർ പറഞ്ഞ പോലെ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഇലകൾക്ക് കണ്ട് ഇപ്പോൾ കണ്ടാത്തൊന്നും ഒരു ഇലച്ചെടിയാണ്. ഇപ്പോൾ ഒറ്റ പൂ പോലും ഇല്ല. കണ്ടാൽ നമുക്ക് തോന്നുന്നു ഇലച്ചെടിയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത്തേല് വെള്ള കളറാണ് പൂവ്. അതിൻ്റെ ഇലകൾക്കും വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇലകൾ കണ്ടോ, ഇത് ഹാങ്ങിങ്. പക്ഷേ ഇതിൻ്റെ ചെറിയ 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 കുഞ്ഞു കുഞ്ഞ് ഇലകളാണ് ഇതിൻ്റെ. ഡബിൾ ഷെയ്ഡുമാണ്. തിങ്ങി നിറഞ്ഞ ഇലകളുമുണ്ട്. അപ്പോൾ അതേസമയം ഇപ്പം പൂക്കളില്ലേ പോലും ആ ചെടി കണ്ടാലൊരു നല്ല ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിനെ കണ്ടോ, ഇത് ബോഗൺവില്ലയുടെ അതേ പരിചരണം തന്നെയാണോ? അത് തന്നെ കട്ട് ചെയ്ത് കൊടുത്ത് വിടണമെന്ന് മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്ത് കഴിയുന്നുടനെ ഇത് പൊട്ടിക്കിളിച്ച് വരും. ഇതെല്ലാം കളർ ഇത് ഈ വർഷത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു കളറായിരുന്നു. ഇതേ വളരെയധികം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അവർ പറയുന്നത് ഏറ്റവും അധികം വിറ്റുപോയൊരു ഹാങ്ങിങ് ബൊഗെയിൻവില്ലയായിരുന്നു. വളരെ നല്ല കളർ. ഇത് 2 ഷെയ്ഡാണ്. ഈ ബൊഗെയിൻവില്ല 2 ഷെയ്ഡാണ്, പിങ്കും വൈറ്റും. ഹാങ്ങിങ് ആണ്. ഇലകൾക്കും വ്യത്യാസമുണ്ട്. ഇത് ഇലകൾ വ്യത്യാസമുണ്ട്, പിങ്ക് ഷെയ്ഡാണ്. ഇത് കണ്ടാൽ സാധാരണ വെറൈറ്റിയാന്ന് തോന്നും, പക്ഷേ അതിൻ്റെ ഇലകൾക്കും വ്യത്യാസമുണ്ട്, പൂക്കൾക്കും വ്യത്യാസമുണ്ട്. ഇതൊരു വൈറ്റാണ്. അതിൻ്റെ ഇലകൾക്കെല്ലാം വ്യത്യാസമുണ്ട്. അതും ഒരു വൈറ്റിൻ്റെ കട്ട് കുറച്ച് കുരുകുരാന്ന് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. വളരെ രസകരമായിട്ട് ഹാങ്ങിങ് ഇപ്പം എല്ലാ വീടുകളിലും വളരെയധികം ഉള്ള ഒരു ചെടിയാണ് ഹാങ്ങിങ് ബൊഗെയിൻവില്ല എന്ന് പറയുന്നത്. വളരെയധികം രസകരമായിട്ട് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ബൊഗെയിൻവില്ലയുടെ സീസണൊക്കെ ഏകദേശം കഴിയാറായി. മഴ പെയ്യുന്ന സമയത്ത്, ഇന്നലെ ഇവിടെ മഴയായിരുന്നു, മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പൂക്കളെല്ലാം ധാരാളം ഒഴിഞ്ഞ് താഴെ കിടക്കുന്നത് നമുക്ക് കാണാം. അതേസമയം കഠിന വെയിലാണെങ്കിൽ നന്നായിട്ട് ഇവൻ പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. എത്ര വെറൈറ്റി ഉണ്ട് ടീച്ചറിന്റെ? ഇപ്പോൾ ഒരു 10-30 വെറൈറ്റി കാണും. നിറച്ച് പൂത്ത് നിൽക്കുകയായിരുന്നു. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. വളരെ രസകരമായിരുന്നു. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കും ഇതിനെന്ത് വളം ചെയ്യുന്നേ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ വളം ഇത് എവിടുന്ന് കളക്ട് ചെയ്യുന്നത്? അത് ആദ്യം പറ. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നവരാ. യാത്ര പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മളത് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് അത് ചില സമയത്ത് ചിലത് പിടിക്കുകയില്ല, ചില സമയത്ത് ചിലത് നന്നായിട്ട് പിടിക്കും. പൂക്കളുണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും അധികം സന്തോഷം. നമ്മൾ ഇത്ര വില കൊടുത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ പൂക്കളുണ്ടായി കഴിയുമ്പോൾ അതിനോട് നമുക്ക് വളരെയധികം താല്പര്യമുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലതിന് ഡബിൾ ഷെയ്ഡുള്ള പൂക്കളുണ്ട്. ഇപ്പം ഈ മഞ്ഞയാണേലും കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ വേറൊരു കളറിലേക്ക് ഇത് മാറും, ചേഞ്ച് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു കൊല മുഴുവൻ അങ്ങ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസം. ഇത് കണ്ട് ഇത് വൈറ്റാന്ന് പറഞ്ഞാലും അതിൻ്റെ പൂക്കൾക്കും ഇലകൾക്കും വ്യത്യാസമുണ്ട്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. എൻ്റെ പൂക്കൾക്കും ഇലകൾക്കും എല്ലാം വ്യത്യാസമുണ്ട്. ഇതെൻ്റെ ഒരു കുറച്ച് അഡീനിയം കളക്ഷൻസ് ആണ്. ഇതിനകത്ത് ഏകദേശം എനിക്കൊരു 15 വെറൈറ്റിയോളം അഡീനിയമുണ്ട്. അതിനകത്ത് ഹൈബ്രിഡ് ഉള്ളതുണ്ട്, സാധാരണ പഴയ കാലങ്ങളിലുള്ള അഗ്ലോണിമ എനിക്ക് ഉണ്ട്. അതിൻ്റെ പൂക്കളാണ് ഈ കാണുന്നത്. അഡീനിയം പൂക്കളാണ് ഉള്ളത്. ഇപ്പം ഞാൻ ഈ ഹൈബ്രിഡിനെക്കാട്ടിലും ഞാൻ നോക്കിയിട്ട് ഏറ്റവും അധികം പൂക്കൾ ഉണ്ടാകുന്നത് സാധാരണ വെറൈറ്റിക്ക്. നിറച്ച് പൂക്കളുണ്ടാകും, നിറച്ച്
ഇതെല്ലാം ആ ഒരു വെറൈറ്റിയിൽ പെടുന്ന ചെടികളാണ്. കളറിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ധാരാളം പൂക്കളുണ്ടാവും ടീച്ചറിന്റെ ടിപ്സ് എന്താ? ധാരാളം പൂക്കൾ ഉണ്ടാകാൻ കാര്യം ഇതിനകത്ത് DOP ഞാൻ ഇച്ചിരി ഇടാറുണ്ട്. DOP പോരായെങ്കിൽ നമ്മുടെ ചൂടുള്ള എന്തെങ്കിലും കോഴിക്കാഷ്ടം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടാൽ ധാരാളം പൂക്കൾ വിത്തൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കോഡെക്സാണ്. ഈ കോഡെക്സ് എത്രയും വലുതാകുന്നു അതാണ് ഈ അഡീനിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊക്കെ ഏകദേശം എൻ്റെ ഒരു 10-12 വർഷമായ അഡീനിയമാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ഈ കോഡെക്സ് എത്രയും വലുതാകുന്നു അത്രയുമാണ് ഈ അഡീനിയത്തിൻ്റെ ഒരു പ്രായം നമുക്ക് കണക്കിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ വർഷാവർഷം നമ്മളിതിനെ കട്ട് ചെയ്ത് വിടണം. വിട്ട് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ നമ്മളിതിനെ കട്ട് ചെയ്ത് വിട്ടാൽ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവത്തെ നിറച്ച് തളിർത്ത് പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. നല്ലൊരു മണം ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മള് മുല്ലയല്ല, പക്ഷെ നല്ല സ്മെല്ലാണ് ഈ പൂവിന്. പക്ഷെ ഇതിന്റെ പേരെന്തുവാന്നുള്ളത് പലർക്കും അറിയാം. അറിയാവുന്നവരതൊന്ന് പറയുക. അല്ല ടീച്ചർ പറയില്ല, ടീച്ചർ ഞാൻ പറയത്തില്ല. അത് പലർക്കും അറിയാം ഇതിന്റെ പേര്, അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ ചെടി എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിനെ കൃത്യമായിട്ടൊരു സ്റ്റാൻഡേല് അതിനെ വളർത്തി പടത്തി വിട്ടപ്പം അതിന്റെ ഭംഗിയുണ്ടോ? നമ്മൾ സാധാരണ ഒരു മരത്തെ കയറ്റി വിട്ടാലൊന്നും ഇത്രയും ഭംഗി ഇതിന് കിട്ടില്ല, ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് ഈ പൂ ഇപ്പോൾ ഒരു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 4-5 മാസമായി ഈ പൂ ഇങ്ങനെ നിൽക്കുക. കൃത്യമായിട്ടുള്ള വളം കൊടുത്ത് നമ്മളതിന് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് അതിനെ വളർത്തിയാൽ ഇതുപോലെയുള്ള നല്ല പൂക്കൾ ഇതിൽ ഉണ്ടാവും. ഭംഗിയും മണവും. എടുത്തോ കേട്ടോ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാ ഇവരെ. കാര്യം ഇവരെ ഞാനിങ്ങനെ ബിഗോണിയ ഇവരെ ഞാനിങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുക. കാരണം എന്താന്ന് ചോദിച്ചാല് വളരെയധികം തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരായി ഇവരെ. അവർക്കൊട്ടും ചൂട് പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ പഴയ ഇരുത്തലിനകത്ത് ഞാൻ ഇവരെ സൂക്ഷിച്ചിങ്ങനെ നിർത്തി വെച്ചേക്കുക. പശുക്കളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പശുക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടേതൊരു കുടുംബ വീടായതുകൊണ്ട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പശുക്കളൊന്നും ഇപ്പം ഇല്ല. ഇവരെയൊന്നും നോക്കാൻ നമുക്ക് സമയവുമില്ല. നമ്മളെല്ലാം ജോലിക്ക് പോകുന്നവരായതുകൊണ്ട് നമുക്ക് അവരെ നോക്കാനുള്ള സമയം കുറവായതുകൊണ്ട് പശുത്തൊഴുത്തൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുക. അതൊന്നും കളയാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. നമ്മൾ ഓർക്കും ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാരെയൊക്കെ പണിതിട്ട ഈ സാധനങ്ങളൊക്കെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് വന്നപ്പോൾ അത് വേറൊരു രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റി. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ചാൽ നമുക്കതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് എനിക്ക് ഇവരെ ഇതിനകത്ത് വെച്ചപ്പം മനസ്സിലായി. ഇതൊരു വെറൈറ്റിയാണേ. ഇവരൊരു വെറൈറ്റി. ഇത് നമ്മൾ നല്ലപോലെ സംരക്ഷിച്ചില്ലെങ്കിൽ എളുപ്പം പോകുന്ന ഒരു വെറൈറ്റി. അതുപോലെ തന്നെ ഇത് 2 ഷെയ്ഡാണ് അതിൽ വരുന്ന ഇലകൾ ഇളം പച്ചയുമുണ്ട്. മൂക്കുന്ന ഇലകൾ ഡാർക്ക് പച്ചയായിട്ടും മാറും. ഇതൊക്കെ നേരത്തെ 10-25 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ചെടികളാണ്. പിന്നെ അതിൽ നിന്ന് തന്നെ നമ്മൾ മാറ്റി ഒക്കെ വെച്ച് തൈകൾ പിടിപ്പിച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത് കൂടുതൽ. എൻ്റെ കൂടെ വന്നാൽ ഒരു കാര്യം കാണിക്കാം. കണ്ടോ, കാറ്റ്സ്ക്ലോയാണ്. ഇത് ആർച്ച് അതിനു വേണ്ടിയാണ്. ആർച്ച് അടുത്ത വർഷം വന്നാൽ നിറച്ച് പൂത്ത് കിടക്കുന്നത് ഞങ്ങൾ കാണിക്കാം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ 2 സൈഡിൽ നിന്നും 2 തൈകൾ വെച്ചത് കൊണ്ടാണ് അതിങ്ങനെ കയറി. അത് ഒരു കൊല പൂ വന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുടെ ഈ മഴ കഴിയുമ്പോഴത്തേക്ക് പടന്ന് കയറി അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുമെന്നാണ് എൻ്റെ വിചാരം. കണ്ടായിരുന്നോ? ഇങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ 2-3 പേരുണ്ട്. ഇങ്ങനെ ഇതൊരാള് ഞങ്ങളുടെ ലോകം. ഇയാളുടെ പേരെന്താ? ഇവനെ പഗ്ഗിന്ന് വിളിക്കും. പഗ്ഗാണ്. പഗ്ഗിന്ന് ഞങ്ങൾ അവനെ വിളിക്കും. വേറെ 2 പേരും കൂടെ ഞങ്ങൾക്കുണ്ട്. ഇവരെല്ലാം ഇത് എങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ടീച്ചർ എങ്ങനെ ഈ സമയവും ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ ടീച്ചറെ? ഇവരെ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവരെ എടുത്ത് നമ്മൾ വളർത്തും. വളരെ കുഞ്ഞിലെ. എന്നിട്ട് നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ളൊരു രീതിയിലൊരു ട്രെയിനിങ് അവർക്ക് കൊടുക്കും. ആഹാരം കൊടുക്കുന്ന രീതിയാണെങ്കിലും അവരെ വെളിയിൽ ഇറക്കുന്ന രീതികളിലാണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വീടിൻ്റെ ഒരു രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പം ആ ഒരു രീതിയിൽ തന്നെ അവരും വളർന്നു പൊക്കോളും. എൻ്റെ ചെടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെടികളാണ് എൻ്റെ കാക്ടസ്. ഇവർ മരുഭൂമിയിൽ വളരുന്നതാണെങ്കിലും എൻ്റെ വീട്ടിൽ വന്നപ്പം കണ്ടോ, ഒരു നല്ലൊരു പൂ എനിക്ക് തോന്നി.
ഈ പൂക്കൾ കണ്ടോ, നിറച്ച് പൂക്കളുണ്ടായ ഒരു ചെടിയാണിത്. നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കളുണ്ടാകുന്ന ചെടികളാണ് കാക്ടസ്. നമ്മൾ മരുഭൂമിയിലാണ് ഇതിനെ കാണുന്നതെങ്കിലും എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇത് എനിക്ക് നിറച്ചും പൂക്കൾ തന്നു. അതെന്താ, അതിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ? അതിനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും, അതിനെ പരിചരിക്കുന്നത് കൊണ്ടായിരിക്കും. എന്നും നമ്മൾ ഇവരോട് വർത്തമാനം പറഞ്ഞാൽ തിരിച്ചും ഇവർ നമ്മളോട് വർത്തമാനം പറയും. അത് നമ്മൾ എങ്ങനെ ഇവരുകളോട് ഇടപെടുന്നോ ആ ഒരു രീതി മാത്രമേ ഇവരും നമുക്ക് തിരിച്ചുള്ള ഒരു പ്രതികരണം ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം, ആ പരിപാലനം കൊണ്ടായിരിക്കാം ഇവർ ഈ പൂക്കളും നമുക്ക് തരുന്നത്. ഒരിക്കലും ഞാൻ എങ്ങും കണ്ടിട്ടില്ല കാക്ടസ് പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഇത് നന്നായിട്ട് പൂക്കുന്നുണ്ട് കാക്ടസ്. ഇത് പെറ്റൂണിയ ഫ്ലവർ. ഒരു ചെടിയിൽ തന്നെ 2 കളർ. ഇത് വളർത്തിയെടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിൻ്റെ അറ്റത്തുള്ള ചെറിയ തണ്ട് നമ്മൾ ഒടിച്ച് മണലിനകത്ത് കുത്തിയാൽ ഇഷ്ടം പോലെ തൈകൾ നമുക്കുണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ പെറ്റൂണിയയുടെ അടിയിൽ നിൽക്കുന്നതെല്ലാം എൻ്റെ വിവിധ തരത്തിലുള്ള അഗ്ലോണിമയാണ്. ഇത് പല വെറൈറ്റി ഉണ്ട്, പല കളറുണ്ട്. ഒരു ഇലകളിൽ തന്നെ, ഒരു ചെടിയിൽ തന്നെ 2-3 കളറുകളുള്ളതുമുണ്ട്. ഇതെല്ലാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഈ അഗ്ലോണിമയിൽ. ഇലച്ചെടികളോടാണോ ഇഷ്ടം? ഇലച്ചെടികളാണ് കൂടുതൽ ഇഷ്ടം. കാര്യം പൂക്കൾ സീസൺ ഇട്ടുള്ള മാത്രമേ എല്ലാം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇലച്ചെടികളാണെങ്കിൽ എന്നും അതുപോലെ തന്നെ അവർ നിൽക്കും നല്ല ഭംഗിയായിട്ട്. പിന്നെ പെറ്റൂണിയൊക്കെ ഇങ്ങനെ തണുപ്പത്തൊക്കെ നമ്മൾ ഇട്ടേക്കുന്നത് കൊണ്ട് അവരും നമുക്കിങ്ങനെ പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഇതന്നെ ഒരുപാട് കൊക്കും മുയലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, ഒറിജിനൽ ഇല്ലാത്തതുകൊണ്ടാണോ? കുറച്ച് കൊക്കും പൊക്കി നമ്മളിവിടെ പേൾ ഗ്രാസ് വെച്ചിട്ടുണ്ട്. പേൾ ഗ്രാസ് വെച്ചപ്പോൾ ഞാൻ ഓർത്ത് ഏതായാലും 2 കൊക്കും ഒരു മുയലും ഒക്കെ ഇരുന്നോട്ടെ. അപ്പം നമുക്ക് ഏകദേശം ഒരു ഭംഗിയായിട്ട് നമുക്ക് അവരെ തോന്നും. നമുക്ക് കാണുന്ന ഉടനെ അവരൊക്കെ ഒരു പേൾ ഗ്രാസിൽ ഇരിക്കുന്നതൊക്കെ കാണുന്ന ഉടനെ നമുക്ക് അവരോടൊരു ഇഷ്ടമൊക്കെ തോന്നും. ഇതെല്ലാം നമ്മുടെ മാനസിക സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അതായത് ആര് വന്നാൽ പോലും നമുക്ക് കാണുമ്പോൾ നമ്മുടെ വീടിനെ പറ്റി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായം പലരും പറയാറുണ്ട്. ഒരു പഴയ വീട്, അതിൻ്റെ ഒരു അന്തരീക്ഷം, ഇതെല്ലാം എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉളവാക്കുന്ന കാര്യങ്ങളാണ്.